ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ബോമ ഫ്രഷ്. നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില രുചികളും രുചിയിടങ്ങളുമുണ്ട്. അത്തരത്തിലൊന്നാണ് ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശ. റെഡ് കളർ മസാലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ കോഫി ഹൗസ് സ്റ്റൈലിലുള്ള മസാല ദോശ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി വേണ്ടത് 1 ടീസ്പൂൺ കടുക്, 1.5 ടീസ്പൂൺ ഉഴുന്ന്, ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2 പച്ചമുളകും ചെറുതായി നുറുക്കിയത്. ഇനി പൊടികളാണ് വേണ്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 നുള്ള് മസാലപ്പൊടി, ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത്. ഇത് ഒരു പിടി മല്ലിയിലയാണ്. ഇത് ആരും സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിക്കുക, കാരണം ഇത് മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ തരും. ഇനി ഇതിലേക്ക് വേണ്ടുന്ന വെജിറ്റബിൾസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ചതുര കഷ്ണങ്ങളാക്കി നുറുക്കിയ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റും ഒരു വലിയ ബീട്രൂട്ടിൻ്റെ പകുതിയുമാണ് എടുത്തിരിക്കുന്നത്. 3 ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ച് തൊലി കളഞ്ഞതാണിത്. അതൊന്ന് തണുത്തതിന് ശേഷം ഉടച്ചെടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോകരുത്, ചെറിയ ചെറിയ പീസസ് ഉണ്ടാകുന്നത് തന്നെയാണ് അതിൻ്റെ രുചി. ഒരു പ്രഷർ കുക്കറിൽ കഷ്ണങ്ങളാക്കിയ ബീട്രൂട്ടും ക്യാരറ്റും 1/2 ഗ്ലാസ് വെള്ളവും ഉപ്പും ചേർത്ത് 4 മുതൽ 6 വിസിൽ വരെ വെച്ച് വേവിച്ചെടുക്കുക. ബീട്രൂട്ട് അല്പം വേവ് കൂടുതലുള്ള വെജിറ്റബിൾ ആയതുകൊണ്ടാണ് ഇവിടെ 6 വിസിൽ വരെ പറഞ്ഞിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ കൂടെ വേവിക്കാത്തതും അതുകൊണ്ട് തന്നെയാണ്. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം ബീട്രൂട്ടും ക്യാരറ്റും ഒരു തവി കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു മാഷർ കൊണ്ടോ നന്നായി ഉടച്ചെടുക്കുക. ഇനിയൊരു കടായിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചുവന്ന് വരുമ്പോൾ ചെറുതായി നുറുക്കിയ ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കൂടെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് വാടി വരുമ്പോൾ കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി ചേർത്ത് കുറഞ്ഞ തീയിൽ പച്ചമണം മാറും വരെ വഴറ്റിയെടുക്കുക. അതൊരു കറക്റ്റ് പാകമായി വരുമ്പോൾ ഇതിലേക്ക് ഉടച്ചു വെച്ചിട്ടുള്ള ബീട്രൂട്ടും ക്യാരറ്റും അതിൻ്റെ വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒപ്പം ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ തിക്നെസ് അല്പം കുറയ്ക്കുന്നതിനായി 1/2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കരുത്, കറിക്കൊരു വെള്ള ചുവയുണ്ടാകും. ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. മസാല ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇത് തിക്കായി പോകരുത്, ചെറിയൊരു ലൂസ് ഫോമിലായിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ദോശ ചൂടാം. അതിനായി ഒരു ദോശക്കല്ലോ നോൺ സ്റ്റിക്ക് തവയോ ചൂടായി വരുമ്പോൾ അല്പം വെള്ളം തളിച്ചു കൊടുക്കുക. അതിനുശേഷം ദോശമാവ് ഒഴിച്ചൊന്ന് പരത്തി പാകത്തിന് നെയ്യും ഒഴിച്ച് ഇത് സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല നടുക്ക് വെച്ച് ഞാനിവിടെ 3 സൈഡും ഉള്ളിലേക്ക് മടക്കി ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള മസാല ദോശയാണ് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ അടിപൊളി ടേസ്റ്റോട് കൂടിയ എല്ലാവരുടെയും നൊസ്റ്റു ആയിട്ടുള്ള ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റൈൽ മസാല ദോശ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.